സിനിമകളിൽ സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സീരീസിന്റെ സീസൺ 2 രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ രസകരമായ അബദ്ധങ്ങളെക്കുറിച്ചാണ് നാം ഇന്നും ചർച്ച ചെയ്യുന്നത്. ആയിരത്തി 1987 പ്രിയദർശൻ ചിത്രമായ ചെപ്പ് എന്ന സിനിമയിലെ ഈ രംഗത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ നാം സംസാരിച്ചത്. സിനിമാ സീനിനകത്തുള്ള പ്രോപ്പർട്ടീസിന്റെ സ്ഥാനമാറ്റങ്ങളാൽ സംഭവിക്കുന്ന നിസ്സാരമായ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ച് നാം സംസാരിക്കാറില്ല. എന്നാൽ ആ രംഗത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ചില സംഗതികളിലെ മാറ്റങ്ങളോ പതാക തലതിരിച്ചു വെച്ചതുപോലെയുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നാം സംസാരിക്കാറുണ്ട്. അങ്ങനെയൊന്നാണ് ഈ സീനിൽ നാം കാണുന്നത്. പിന്നിലെ ബ്ലാക്ക് ബോർഡിൽ ആദ്യം എഴുതിയിരിക്കുന്നു, പിന്നീട് ഒരു ആംഗിളിൽ കാണിക്കുമ്പോൾ അവിടെ എഴുത്തില്ല, പിന്നീട് വീണ്ടും ആ എഴുത്ത് തിരിച്ചു വരികയാണ്. ലിയോ ആയിരുന്നു ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. 2006 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് ചിന്താമണി കൊലക്കേസ്. ആ ചിത്രത്തിൽ സുരേഷ് ഗോപി കോടതിയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ക്യാമറയോടൊപ്പം തന്നെ ഒരു കാടിളകി താഴേക്ക് വരുന്നതായി നമുക്ക് കാണാം. ക്യാമറമാൻ ഒരു വെറൈറ്റി പിടിച്ചതാവാം. 1985 ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് നിറക്കൂട്ട്. ചിത്രത്തിൽ അടുത്ത ദിവസം ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ രംഗത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. കള്ളി പറ്റിച്ചളഞ്ഞല്ലോ. തന്റെ താടിയോ? അതിന്നവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും. നിങ്ങൾ ഇന്നലെ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ താടിയിലുണ്ടായ വളർച്ച അത്ഭുതകരമാണ്. ആദ്യ സീനിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് താടിയിലുള്ള കണ്ടിന്യൂറ്റി ശ്രദ്ധിച്ചില്ല. 1991 ജോമോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശ്വേതാ മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അനശ്വരം. കാതറിന്റെ കൊലപാതകവും ഡാനിയുടെ റിവെഞ്ചുമാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് കാതറിൻ കൊല്ലപ്പെടുന്നത്. ഇന്നൊരു നല്ല ക്രിസ്മസ്. എന്ത് ചെയ്യാനാ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഡാനി കാതറിന്റെ കല്ലറ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കല്ലറയിൽ മെയ് 7-ാം തീയതിയാണ് കാതറിൻ മരിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കാം ഈ സിനിമയിൽ ഡിസംബറിൽ നിന്നും മെയ് മാസത്തിലേക്ക് ക്രിസ്മസ് മാറ്റിവെച്ചത്? 2005 അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് രാജമാണിക്യം. ചിത്രത്തിൽ ബെല്ലാരി രാജയ്ക്ക് ചെറുപ്പത്തിൽ ഒരു കണ്ണിന് അപകടം പറ്റിയതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ ഈ രംഗത്ത് മമ്മൂട്ടിയുടെ 2 കണ്ണുകൾക്കും ഒരു പ്രശ്നവുമില്ലാതെ വ്യക്തമായി കാണാവുന്നതാണ്. എല്ലാ സീനിലും മേക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനൊരു പരിക്ക് കാണിക്കുന്നതിന് പകരം എല്ലാ സീനിലും ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. ഈ സീനിൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഗ്ലാസ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം കണ്ണുകൾ വ്യക്തമായി കാണുന്നത്. 2015 മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചാർലി. ചിത്രത്തിൽ സൗബിൻ ഷാഹിറിന്റെ ഇൻട്രോ സീനിൽ ഇങ്ങനൊരു രംഗം കാണാം. ആ സീനിൽ അവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാളെ വ്യക്തമായി കാണാം. ഇനി അയാളായിരിക്കുമോ ആ റൂമിൽ താമസിച്ച യഥാർത്ഥ ജിന്ന്? നീ അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വന്നേ. എന്ത്? അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വാടാ. പോത്ത് വിന്താലു പോലെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭക്ഷണമാണ് ബീഫ്. മലയാളി ആൻഡ് ബീഫ് എന്ന പേരിൽ മലയാളിയും ബീഫും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് ഇപ്പോൾ കുക്കു FM-ൽ ലഭ്യമാണ്. പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരം. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു മാസം 99 രൂപയുള്ള ഈ ആപ്പ് ഞങ്ങളുടെ കോഡായ KMM50 ഉപയോഗിക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ടോട് കൂടി 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുക്കു FM-നെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ.
2019 റിലീസ് ചെയ്ത ഒരു മലങ്കൾട്ട് റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കളിക്കൂട്ടുകാർ. ചിത്രത്തിലെ ഒരു ആക്സിഡന്റ് രംഗമാണിത്. ലോറി വന്നിടിക്കുമ്പോൾ ബൈക്ക് അവിടെ തന്നെ നിൽക്കുകയും അതിലുള്ളവർ മാത്രം തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഇത്ര ശക്തമായി പിന്നിൽ നിന്നും ലോറി അടിക്കുമ്പോൾ ഒരടി മുന്നോട്ട് പോകാതെ റോയൽ എൻഫീൽഡിന്റെ മാനം കാക്കുകയാണ് ഈ ബൈക്ക്. നിർത്തിയിട്ട ബൈക്കിൽ റോപ്പിൽ കെട്ടിയ 2 കഥാപാത്രങ്ങളെയും വലിച്ചിടുക മാത്രമാണ് ചെയ്യുന്നത്. സൈഡിൽ നിന്നുള്ള ഷോട്ടിൽ ലോറി മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നതും. ഈ ഒരു രംഗത്ത് മാത്രം കഥാപാത്രത്തെ റോപ്പിൽ കെട്ടി ഉയർത്താൻ ഉപയോഗിച്ച ക്രെയിൻ അവിടെ കാണാം. അതിനു മുമ്പും ശേഷവുമുള്ള ഷോട്ടുകളിൽ ആ ക്രെയിൻ അവിടെ കാണാനുമില്ല. മലയാളത്തിന്റെ കിങ് ഖാൻ, റിയാസ് ഖാൻ, ദേവൻ എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഒരു ഫോർഗോട്ടൻ മലയാളം ചിത്രമാണ് നരകാസുരൻ. ചിത്രത്തിലെ റിയാസ് ഖാന്റെ ഇൻട്രോ സീൻ ഇങ്ങനെയാണ്. ഇനി പറക്കാം നമുക്ക് വാനിൽ പറക്കാം. 1986 ഡെന്നിസ് ജോസഫ് എഴുതി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് രാജാവിന്റെ മകൻ. ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ പണവുമായി രക്ഷപ്പെടുന്ന വിൻസെന്റ് ഗോമസിന്റെ രംഗമാണിത്. വെച്ചിരിക്കുന്ന കാറിനകത്ത് തയ്യാറായിരിക്കുന്ന ഒരു ഡ്രൈവർ കൂടിയുണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തിയത്. 1992 വിജി തമ്പി സംവിധാനം ചെയ്ത് ജഗദീഷ്, സിദ്ദിഖ്, രൂപിണി, പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കുണുക്കിട്ട കോഴി. ഇടത്തെ കൈ പുറത്തേക്കിട്ടുകൊണ്ടാണ് ജഗദീഷ് ഓട്ടോയിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ പോസ്റ്റിൽ കൊണ്ടുപോയി ഇടിച്ച് പരിക്ക് പറ്റിയിരിക്കുന്നത് വലത്തെ കൈക്കുമാണ്. ഈ രംഗത്ത് ഒരു കൈമാറ്റം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. 2004 റാഫി മെക്കാർട്ടൻ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് ചതിക്കാത്ത ചന്തു. ചിത്രത്തിലെ ഒരു ഗാനരംഗമാണിത്. ഈ ഗാനരംഗത്തിൽ ഷൂട്ടിംഗ് കാണാനിരിക്കുന്ന 2 പ്രേക്ഷകരെ നമുക്ക് കാണാം. ഒരാൾ പെട്ടെന്ന് കുനിഞ്ഞപ്പോൾ മറ്റൊരാൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അല്പനേരം നോക്കുന്നതും കാണാം. 2007 SL പുരം ജയസൂര്യ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് സ്പീഡ് ട്രാക്ക്. ഈ ഒരു സ്പോർട്സ് ചിത്രത്തിൽ ഗെയിംസ് നടക്കുന്ന ഒരു രംഗമാണിത്. ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രചോദ് കലാഭവൻ തന്നെയാണ്. അതേസമയം ദിലീപിനോടൊപ്പം ഗാലറിയിലിരുന്ന് കൈയടിക്കുന്നതും പ്രചോദ് തന്നെയാണ്. ചിലപ്പോൾ പ്രചോദ് ഡബിൾ റോൾ ആയിരിക്കാം ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. റിയാക്ഷൻ ഷോട്ടുകളെല്ലാം തന്നെ ഒരുമിച്ചെടുക്കുകയും പിന്നീട് പലയിടങ്ങളിലായി അത് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രംഗത്ത് എഡിറ്റർ പ്രചോദിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. 2005 ജോഷി മോഹൻലാൽ ചിത്രമാണ് നരൻ. ചിത്രത്തിലെ പ്രസിദ്ധമായ ഒരു ഗാനരംഗമാണിത്. ഈ രംഗത്ത് സീനിൽ ക്യാമറയുടെ ഒരു ഭാഗം വ്യക്തമായി കാണാം. ഹരികൃഷ്ണൻ പി ആണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാം വഴി അറിയിച്ചത്. അന്ധാധുൻ സിനിമയുടെ മലയാളം വേർഷനായി പൃഥ്വിരാജ് അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഭ്രമം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഉദയകുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകൾ പ്രഭ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണത്. സിമി തന്നെ പിയാനോ പഠിപ്പിക്കുന്ന റേം മാത്യൂസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്നും എന്താണ് ഈ രംഗത്തെ അബദ്ധം? കമന്റ് ചെയ്യുമല്ലോ. മറ്റു രസകരമായ സിനിമയിലെ അബദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.